കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ഹാജരാകാത്തത് എന്നാണ് വിശദീകരണം. രാഗിൻ ചേരുന്നു. രാഗിൻ, എന്ത് കാരണത്താലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നാണ് തോമസ് ഐസക് പറയുന്നത്? എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയാത്തത്? രണ്ടാം ഘട്ടത്തിൽ പുതിയ നോട്ടീസ് നൽകി. ഇത് രണ്ടാമത്തെ തവണയാണ് തോമസ് ഐസക് ഹാജരാകാതിരിക്കുന്നത്. തോമസ് ഐസക്കുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താൻ അഭിഭാഷകരോട് ഇക്കാര്യം ഇഡിയെ അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജനുവരി 12-ന് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, നേതൃയോഗങ്ങളുണ്ട്, അതോടൊപ്പം 21 വരെ താൻ തിരക്കിലായിരിക്കും എന്നതാണ്. അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം ഘട്ടത്തിൽ 22-ന് എന്ന ഒരു നോട്ടീസ് നൽകിയത്. പക്ഷെ അന്ന്, അതായത് ഇന്നും അദ്ദേഹം ഹാജരാകുന്നില്ല. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. തുടർച്ചയായി ഹാജരാകാതിരുന്നാൽ ഇനി തുടർ നടപടി എന്തെടുക്കണമെന്ന് ഇഡി ആലോചിക്കും. നേരത്തെ ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോവുകയാണ് ഉണ്ടായത്. ആ നോട്ടീസിൽ ചില അപാകതകൾ ഉണ്ട് എന്നതായിരുന്നു ഐസക്കിന്റെ വാദം. അത് ഹൈക്കോടതിയും ഏറെക്കുറെ അംഗീകരിച്ചിരുന്നു. തുടർന്ന് ഇഡി ആ സമൻസ് പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം രണ്ടാമത് സമൻസ് നൽകുമ്പോഴാണ് ഇപ്പോൾ 2 തവണയും ഹാജരാകാതിരിക്കുന്നത്. നേരത്തെ ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഫണ്ട് വിനിയോഗം, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ഈ ഫെമ വയലേഷൻ ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ, അത് ഇഡിയാണ് അന്വേഷിക്കുന്നത്. ഇഡിക്കാണ് അതിനുള്ള അവകാശമെന്ന് RBIയും നേരത്തെ സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്തായാലും തുടർ നടപടികൾ ഇഡി വേഗത്തിലാക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിലെ ഒരു കാര്യങ്ങളനുസരിച്ച് വീണ്ടും ഈ വിഷയം കോടതി കയറാനുള്ള സാധ്യതകളാണുള്ളത്. നേരത്തെ കിഫ്ബി ഓൾറെഡി 2ാം തവണയും ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ടുമുണ്ട്. ശരി രാഗിൻ.